സൗത്ത് വെസ്റ്റ് ദേവസ്വം മറിയം വനിതാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രെയറിൽ നമുക്ക് ഒരുമിച്ച് വരുവാൻ ദൈവം അനുവദിച്ചുവല്ലോ. നന്ദിയോടെ സ്തുതിക്കാം. വലിയ പ്രതികൂലങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ അതിന് പരിഹാരമായി ആരാധനയും സ്തുതിയും നന്ദിയും കരയേറ്റുവാനായി യോബിനെ പോലെ, ഹബക്കൂക്കിനെ പോലെ, ദാവീദ് രാജാവിനെ പോലെ, പൗലോസ് അപ്പോസ്തലനെ പോലെ നമുക്ക് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാം. ഏറ്റവും ബഹുമാനപ്പെട്ട എബി അബ്രഹാം അച്ഛൻ ഓപ്പണിംഗ് പ്രെയർ നടത്തണമെന്ന് അപേക്ഷിക്കുന്നു. ബാർക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്ന് വന്നേക്കും തന്നെ. ആമീൻ. ദൈവമായ കർത്താവേ, നിന്റെ സന്നിധിയിൽ അടിയങ്ങൾ അടുത്തു വരുന്നു. ഒരു ദിവസം കൂടി ഞങ്ങളെ അവിടുന്ന് കൂടിച്ചേരുവാൻ അനുവദിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഓരോ ദിവസവും ഞങ്ങളെ വഴി നടത്തും മുഖാന്തരങ്ങളെ നന്ദിയോടെ ഓർക്കും. നിന്റെ കൃപയിൽ ബലപ്പെടുവാൻ തക്കവണ്ണം ഇടയാകണമേ. ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ലോകത്തിന് അനുരൂപമാകാതെ നിന്നോട് ചേർന്ന് നിന്റെ വചനങ്ങളെയും നിന്റെ അനുഗ്രഹങ്ങളെയും പ്രാപിച്ച് നിന്നോടുള്ള ഭക്തിയിലും വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ആരാധനയിലും സഭയോടുള്ള ഞങ്ങളുടെ ബന്ധത്തിലും ഒക്കെ ചേർന്ന് വരുവാൻ തക്കവണ്ണം ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളുടെ കൂടിവരവ് പഠനത്തിനും അതുമൂലം ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നത്, ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നതിനും ഇടയാകണമേ. വ്യക്തികളായി, സഭയായി, സമൂഹമായി തിരുസന്നിധിയിൽ തരുന്നു കർത്താവെ, ഓരോരുത്തരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഓരോരുത്തർക്കും ആവശ്യമായ കൃപകളും അനുഗ്രഹങ്ങളും നൽകണമേ. ആവശ്യഭാരങ്ങളിലും പ്രയാസങ്ങളിലും കടന്നു വന്നിരിക്കുന്നവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പട്ടിണിയിലും ദുഃഖത്തിലും ദുരിതത്തിലും കഴിയുന്ന എല്ലാവരെയും ഓർക്കുന്നു. ഭക്ഷണമില്ലാത്തവരെ ഓർക്കുന്നു. വസ്ത്രവും പാർപ്പിടവും ഇല്ലാത്തവരെ ഓർക്കുന്നു. കർത്താവെ, അവരെ സഹായിപ്പാൻ തക്കവണ്ണം ആളുകളെ അവിടുന്ന് എഴുന്നേൽപ്പിക്കണമേ. ഞങ്ങൾക്കെല്ലാം അതിനുള്ള അവസരവും അനുഗ്രഹവും ബുദ്ധിയും വിവേകവും ചിന്തയും ഞങ്ങൾക്ക് അവിടുന്ന് നൽകണമേ. രോഗത്തിലും ദുഃഖത്തിലും കഴിയുന്നവരെ ഓർക്കും. നിന്റെ സമാധാന സന്തോഷം അവർക്ക് നൽകണമേ. ഞങ്ങൾ വാങ്ങിപ്പോരെ അബ്രഹാമെ പോലെ വസിപ്പിക്കണമേ. രണ്ടാമത്തെ വരെങ്കിലും ഒരുമിച്ച് കാണുവാൻ ഇടയാക്കണമേ. സഭയെ അനുഗ്രഹിക്കണമേ. മേൽപ്പട്ടക്കാർ, പട്ടക്കാർ, ദൈവിക ശുശ്രൂഷകർ, ഭദ്രാസനത്തെ നയിക്കുന്ന ഞങ്ങളുടെ മെത്രാപ്പോലീത്ത തിരുമേനി, അതിനുവേണ്ടി അധ്വാനിക്കുന്ന എല്ലാവരെയും അല്പമായോ അധികമായോ ഞങ്ങൾക്ക് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും നിന്റെ നന്മയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നവരെ ഓർക്കും. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. യുദ്ധങ്ങൾ ഒതുങ്ങുവാനും ഇല്ലായ്മ ചെയ്യുവാനും തക്കവണ്ണം നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, നിങ്ങൾ അറിയും. അതുകൊണ്ട് നിന്റെ സന്നിധിയിൽ സകലതും സമർപ്പിക്കുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എന്നാളും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. ദൈവത്തിന്റെ അസ്തന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്യ തോമസ് മാർ ഇവാനിയോസ് തിരുമേനിക്കും ആദരണീയരായ വൈദിക ശ്രേഷ്ഠർക്കും പശ്ചിമമാർക്കും ഭർത്തൂരി സമാജത്തിന്റെ ഭാരവാഹികൾക്കും കൂടി വന്ന എല്ലാ സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും ലോകമെമ്പാടുമുള്ള മക്കൾക്കും കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയ എല്ലാവരെയും പ്രാർത്ഥനയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. നാം ശുദ്ധീകരിക്കപ്പെടുവാനും സൗഖ്യപ്പെടുവാനും ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കുവാനും ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യുദ്ധത്തിന്റെ ശ്രുതികൾ കേൾക്കുമ്പോഴും യുദ്ധത്തെക്കുറിച്ച് കേൾക്കുമ്പോഴും ചഞ്ചലപ്പെടാതെ സൂക്ഷിച്ചുകൊള്ളുകയും ഇത് സംഭവിക്കേണ്ടത് തന്നെ, പക്ഷേ അവസാനമല്ലതാണ്. ശുദ്ധമത്തായുടെ സുവിശേഷം 24 അധ്യായം 6 വാക്യത്തിൽ നാം വായിക്കുന്നു. അതുപോലെ തന്നെ വിശുദ്ധ കന്യമറിയം അമ്മയുടെ കതിരുകൾക്കായിട്ടുള്ള പെരുന്നാളായിരുന്നുവല്ലോ. ഇതെല്ലാം നാം കൊണ്ടാടുന്ന ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥനയിൽ മുൻപോട്ട് പോകാം. ഹ്യൂസ്റ്റൺ റീജിയനാണ് ഇന്നത്തെ പ്രാർത്ഥന നയിക്കുന്നത്. ആ റീജിയനിലുള്ള എല്ലാ ദൈവാലയങ്ങളെയും ബഹുമാനപ്പെട്ട എല്ലാ പശുമാരെയും പുഷ്പമാരെ മർത്തോറിയസുമാരെയും ഭാരവാഹികള്, റീജിയൻ സെക്രട്ടറി ആയിരിക്കുന്ന റിനി കൊച്ചമ്മ, നേരത്തെയുള്ള ഭാരവാഹികളായിരുന്ന ഹ്യൂസ്റ്റൺ റീജിയനിലെ എല്ലാവരും, അവിടെ കൺസ്ട്രക്ഷനിൽ ഇരിക്കുന്ന ഗ്രിഗോറിയോസ് ചർച്ച്, അവിടെ ക്യാൻസറായി ഡയഗ്നോസ് ചെയ്യപ്പെട്ട ഒരു വിഭാഗം പ്രിയപ്പെട്ടവർ എല്ലാവരെയും പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. ഇന്ന് മെസ്സേജ് തരാനായിരിക്കുന്നതായിട്ടുള്ള ഷോപ്പായി പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. നമുക്കൊരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരാം. പ്രിയപ്പെട്ട മേഴ്സി ജോർജ് ഒരു പാട്ട് പാടുന്നു. താങ്ക് യു. കേൾക്കാവോ? കേൾക്കാം. തന്നാലും നാഥ
ആത്മാവിനെ ആശ്വാസദായകനെ. തന്നാലും നാഥ നിൻ ജീവനെ നിത്യസഹായകനെ. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ. തന്നാലും നാഥ നിൻ ജീവനെ നിത്യസഹായകനെ. അകതാരിലുണർവിൻ്റെ പനിനീരു തൂകി അവിരാമമൊഴുകി വരൂ. വരദാനവാരിധി ഫലമേകുവാനായി അനുസ്യൂതമൊഴുകി വരൂ. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ. തന്നാലും നാഥ നിൻ ജീവനെ നിത്യസഹായകനെ. പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായി ഒഴുകി വരൂ. ആത്മീയ സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായി ഒഴുകി വരൂ. പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായി ഒഴുകി വരൂ. ആത്മീയ സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായി ഒഴുകി വരൂ. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ. തന്നാലും നാഥ നിൻ ജീവനെ നിത്യസഹായകനെ. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ. തന്നാലും നാഥ നിൻ ജീവനെ നിത്യസഹായകനെ. താങ്ക് യു. പ്രിയപ്പെട്ട മേഴ്സി ജോർജിനെ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ നമ്മൾ കൂടിയിരിക്കുന്ന ഇത്രയും പേർക്ക് കർത്താവ് എഴുന്നേറ്റ് പോകുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിട്ട് പോയതുപോലെ ഇന്ന് ഇപ്പോൾ ഈ സമയത്ത് നമ്മുടെ കുറവുകൾ ഓർക്കാതെ നമ്മുടെ പരിശുദ്ധാത്മാവോട് നിറയ്ക്കണമെന്ന് നമുക്കും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. അടുത്തതായിട്ട് ബൈബിൾ റീഡിംഗ് ആണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ വേദോത്സവം തുറന്ന് പ്രാർത്ഥനയോടെ ഇരിക്കണമേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. സെയിന്റ് ജോൺ ചാപ്റ്റർ 21 വേഴ്സസ് 15-23. പ്രിയപ്പെട്ട റീന പോൾ ആണ് വായിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ബാരക്കുമോൾ. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് അവൻ അവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ ആടുകളെ പാലിക്ക എന്ന് അവൻ അവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ,
നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, എൻ്റെ ആടുകളെ മേയ്ക്ക. ആമേൻ, ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളയിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോകുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതിനാൽ അവൻ ഇന്ന വിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് അവൻ സൂചിപ്പിച്ചു. ഇത് പറഞ്ഞിട്ട് എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. പത്രോസ് തിരിഞ്ഞ് യേശു സ്നേഹിച്ച ശിഷ്യൻ പിൻചെല്ലുന്നത് കണ്ടു. അത്താഴത്തിൽ അവന്റെ നെഞ്ചോട് ചാഞ്ഞുകൊണ്ട്, കർത്താവേ, നിന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ആര് എന്ന് ചോദിച്ചത് ഇവൻ തന്നെ. അവനെ പത്രോസ് കണ്ടിട്ട്, കർത്താവേ, ഇവന് എന്ത് ഭവിക്കുമെന്ന് യേശുവിനോട് ചോദിച്ചു. യേശു അവനോട്, ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിനക്ക് എന്ത്? നീ എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. ആകയാൽ ആ ശിഷ്യൻ മരിക്കയില്ല എന്നൊരു ശ്രുതി സഹോദരന്മാരുടെ ഇടയിൽ പരന്നു. യേശുവോ, അവൻ മരിക്കയില്ല എന്നല്ല, ഞാൻ വരുവോളം അവൻ ഇരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിനക്ക് എന്ത് എന്നത്രേ അവനോട് പറഞ്ഞത്. ബാറക്കുമോൾ. പ്രിയപ്പെട്ട ഷീന പോളിനെയും കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ കൗമയും എന്താ പ്രാർത്ഥനയും ചെയ്യുന്നു. പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമീൻ. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. ഭാവികളായവന്റെ ആരോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ, നിനക്ക് സ്തുതി. ബാറക്കുമോർ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോൾ നീ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ക്ഷമിക്കരുത്. ഇനിയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നീക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൻ നീ, ഫലമായ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളതിന്റെ ഓർത്തമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. എന്റെ സർവ്വത്തിന്റെ ഉടയവനെ, നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സർവശക്തനെ, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു. എന്തെന്നാൽ നിന്റെ ഏകപുത്രന്റെ കഷ്ടാനുഭവ സമയങ്ങളെ നീ പ്രാർത്ഥനയുടെ ആശ്വാസത്തിന്റെ സമയങ്ങളാക്കി തീർത്തിരിക്കുന്നുവല്ലോ. കർത്താവേ, ഈ സമയത്ത് ഞങ്ങൾ നമസ്കാര അപേക്ഷകളും ഞങ്ങൾ ഇന്ന് കൈക്കൊള്ളണമേ. പാവനിമിത്തം ഞങ്ങളുടെ മേൽ എഴുതപ്പെട്ടിരിക്കുന്ന കടച്ചുകെട്ടിനെ നിന്റെ ഏകപുത്രൻ ദുഷ്ടന്റെ സകല സൈന്യത്തെയും അതിനാൽ മറിച്ചെടുത്തായ സ്ലീബായിന്മേൽ തൂങ്ങിയ നാഴികയിൽ കീറിക്കളഞ്ഞതുപോലെ നീ കീറിക്കളയണമേ. നിന്റെ വന്യ തിരുനാമത്തെ പ്രീതിപ്പെടുത്തുന്നതായ വിശുദ്ധ ജീവിതവും സുഹൃ നടപടികളും ഞങ്ങൾക്ക് നൽകണമേ. ആദ്യതമില്ലാത്ത പിതാവേ, നിന്നെയും നിന്റെ പുത്രനെയും നിന്റെ വിശുദ്ധ റൂഹായി ഇപ്പോഴും എല്ലാ സമയത്തും സ്തുതിച്ചുകൊണ്ട് നിന്റെ ഭയങ്കര സിംഹാസനം മുമ്പാകെ കുറ്റം കൂടാതെ നിൽപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ആമീൻ. ബഹുമാനപ്പെട്ട അച്ഛനെ കുടുംബത്തെ അച്ഛന്റെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി ജയ വർഗീസിന്റെ പാട്ടോടുകൂടി പ്രാർത്ഥന തുടരുന്നതായിരിക്കും. യേശുവല്ലാതില്ലെനിക്കുമാശ്രയം ഭൂവിൽ, തന്മാർവിലല്ലാതില്ലെനിക്കും വിശ്രമം വേറെ. ഈ പാരിലും പരത്തിലും നിസ്തുലനൻ പ്രിയൻ, എൻ രക്ഷ
രക്ഷകായൻ ദൈവമേ നീയല്ലാതില്ലാരും എൻ യേശു മാത്രം എനിക്കേതു നേരത്തും എൻ ക്ഷീണത രോഗത്തിലും നീ മാത്രമൻ വൈദ്യൻ മറ്റാരെയും ഞാൻ കാണുന്നില്ല രോഗശാന്തിക്കായി നിൻ മാർവിടം എന്നാശ്രയം എൻ യേശു കർത്താവേ എൻ രക്ഷകായൻ ദൈവമേ നീയല്ലാതെല്ലാരും എൻ യേശു മാത്രം മതി എനിക്കേതു നേരത്തും നിൻ സ്നേഹമാം തിരുകരം ഞാൻ കാണുന്നുണ്ടപ്പോ ഈ വൻ സമുദ്രത്തിൽ നടുവിൽ ഞാൻ താണിടുവാൻ നിൻ സ്നേഹമുഖം കാണും ഞാൻ ആഘോര നേരത്തും എൻ രക്ഷകായൻ ദൈവമേ നീയല്ലാതെല്ലാരും എൻ യേശു മാത്രം മതി എനിക്കേതു നേരത്തും ആമേൻ. പ്രിയപ്പെട്ട ജയാവർഗീസിനെ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ധ്യാന പ്രസംഗത്തിന്റെ സമയത്തിലേക്ക് നാം കടക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനയുടെ ആരംഭം മുതൽ പ്രിയപ്പെട്ട റിനി ജോണും മറിയാമ്മ വർഗീസും വേദപുസ്തക വായനയോടുകൂടി ബഹുമാനപ്പെട്ട അച്ഛൻ പ്രേയർ പാട്ട്, നമ്മുടെ പാട്ടുകൾ, വേദപുസ്തക വായന എല്ലാം നമ്മുടെ ക്രമം എല്ലാം നമ്മുടെ ആരാധനയും സ്തുതിയും നന്ദിയും എല്ലാം നമുക്ക് കരയേറ്റിക്കൊണ്ട് ഈ പ്രതികൂലങ്ങളുടെ സമയത്ത്, യുദ്ധത്തിന്റെ സമയം, മാതാവിന്റെ കതിരുകളുടെ പെരുന്നാൾ എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള മക്കൾക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് നാം മുന്നോട്ട് നീങ്ങുമ്പോൾ വചന ശുശ്രൂഷയിലേക്ക് കടക്കുന്ന സമയത്ത് ഏറ്റവും പ്രാർത്ഥനയോടെ കൂടെ ഇരിക്കണമേ എന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് മാത്രമല്ല, കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മക്കൾക്ക് സമാധാനമായിട്ടും ആഗോള യുദ്ധം ഒഴിവാക്കാനും ശാശ്വത സമാധാനമാകാനും ഭരണാധികാരികളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈ വചന ശുശ്രൂഷയായി തീരണമേ, എല്ലാവർക്കും പ്രൊട്ടക്ഷനും സൗഖ്യവുമായി തീരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട എബ്രഹാം അച്ഛൻ പ്രിയപ്പെട്ട ശോഭ ബിജുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പ്രിയപ്പെട്ട തമ്പാൻ വർഗീസ് അച്ഛൻ ഇതിൻ്റെ അകത്ത് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രിയമുള്ളവരെ, ലോക സമാധാനത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ എന്നും കേൾക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ പോലെ ഉയർപ്പിന് ശേഷം കർത്താവ് കൊടുത്ത ഏറ്റവും വലിയ സന്ദേശം സമാധാനമാണ്. അത് പ്രാപിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുപോകണമെങ്കിൽ ബന്ധങ്ങളെ നിലനിർത്താനും സ്നേഹം പ്രകടിപ്പിക്കാനും ഒക്കെ നമുക്ക് കഴിയണം. ഞാൻ ആ വാക്ക് പ്രകടിപ്പിക്കുക എന്നുള്ള വാക്ക് അത്ര പന്തിയായ ഒരു വാക്കല്ല. കാരണം പ്രകടനം എന്ന് പറയുന്നത് വെറുതെ കാണിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അത് പ്രകടിപ്പിക്കുകയല്ല, അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാനും കഴിയും. നമ്മള് നോമ്പിന്റെ അവസാനവും ആദ്യവും സമാധാനത്തോടെയാണ് തുടങ്ങിയത്, അവസാനിച്ചത്. പക്ഷെ അത് എത്ര പേർക്ക് അത് സമാധാനം അത് സ്വീകരിക്കുവാനും മറ്റുള്ളവർക്ക് കൊടുക്കുവാനും കഴിയുന്നു എന്നുള്ളത് വലിയ ചോദ്യമാണ്. ഇന്ന് ലോകത്തിൽ ഇല്ലാതെ പോകുന്ന ഒരു സംഭവം വെളിച്ചമാണ്. സമാധാനമുള്ളിടത്ത് വെളിച്ചമുണ്ടാകും. വെളിച്ചം നഷ്ടപ്പെട്ട ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എങ്ങും ഇരുട്ടാണ്. അവിടെയാണ് ഒരു മിന്നാമിനിങ് പോലെയെങ്കിലും പ്രകാശം കൊടുക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അത്
നല്ലതാണ് എന്ന് നമ്മളെ സുവിശേഷം ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് വലിയ തർക്കം നടക്കുന്ന ഒരു കാര്യമാണ്, എന്താണ് സുവിശേഷം? നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ച നടക്കുന്ന ഒരു കാര്യമാണ്. സുവിശേഷം എന്താ? സുവിശേഷം നല്ല വിശേഷമാണ്. അതിനെക്കുറിച്ച് ആഴമായി പറയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്കിലും ഞാൻ പറഞ്ഞത്, സുവിശേഷം യഥാർത്ഥത്തിൽ വെളിച്ചം നൽകുന്ന ഒന്നാണ്. അത് ഇരുട്ടിലിരിക്കുന്നവർക്ക്, ബുദ്ധിയില്ലാത്തവർക്ക് വെളിച്ചം നൽകുന്ന ഒന്നാണ് സുവിശേഷം. അത് ജീവിതം സുവിശേഷമാക്കി മാറ്റുവാനും ജീവിതത്തിന്റെ അനുഭവങ്ങളെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും കഴിയുന്ന ഒരു അനുഭവമായി നമ്മുടെ ജീവിതത്തെ മാറ്റാൻ നമുക്ക് ഇടയാവട്ടെ എന്ന ആമുഖമായി ഓർമ്മിപ്പിച്ച എൻ്റെ ആമുഖ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്നത് പ്രിയപ്പെട്ട ശോഭ ബിജു, ഇവിടെ ഫിലാഡൽഫിയ സെന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് ഇടവക അംഗമാണ്. 3 കുഞ്ഞുങ്ങൾ, ടോണി, ടോം ആൻഡ് തിമോത്തി. നമ്മുടെ പ്രിയപ്പെട്ട തമ്പാൻ വർഗീസ് അച്ഛൻ്റെ ബന്ധു കൂടിയാണ്. അതേപോലെ തന്നെ ഡൽഹി ഭദ്രാസനത്തിലെ പ്രിയപ്പെട്ട യാക്കോബ് ബേബി അച്ഛൻ്റെ സഹോദരി കൂടിയാണ്. അങ്ങനെ ഒരു വൈദിക കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാണ് ശോഭ ബിജു. അത് വളരെ സന്തോഷം നൽകുന്നു. ദൈവത്തിൻ്റെ വചനം നമുക്ക് അനുഭവമാക്കി തരുവാൻ, വാക്കുകളിലൂടെ അത് നമുക്ക് തരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ അനുഭവമാക്കി മാറ്റുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാവണം. അതിന് പ്രാർത്ഥനയോടെ നമ്മളെല്ലാവരും സംബന്ധിക്കണം. ഓരോ വചനവും അത് നമ്മളോട് സംസാരിക്കുന്നു എന്നൊരു തോന്നൽ വേണം. നമ്മുടെ ഒരു കുഴപ്പം, അത് നമ്മുടെ എല്ലാം കുഴപ്പമാണ്. എൻ്റെയും കുഴപ്പം, നിങ്ങളുടെയും കുഴപ്പമാണ്. ഒരു വചനം കേൾക്കുമ്പോൾ അത് എന്നെക്കുറിച്ചല്ല, മറ്റാരെക്കുറിച്ചോ ആണ് എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഒരു തോന്നലല്ല, ഇത് എന്നെക്കുറിച്ചാണ്, എന്നോട് സംസാരിക്കുന്നു, എനിക്ക് വേണ്ടി എന്ന് ബോധ്യത്തോടെ അത് സ്വയം സ്വീകരിക്കുവാനും അത് ഊതിക്കാച്ചിയ പൊന്നുപോലെ 30 60 100 മേനിയായി ഫലം കായ്ക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലാക്കി മാറ്റുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ പ്രിയപ്പെട്ട ശോഭ ബിജുവിനെ അനുഗ്രഹിക്കട്ടെ, കൂടെ ഇരിക്കട്ടെ. വിക്കനായ മോശയോടുകൂടെ ഇരുന്നത് പോലെ കൂടെ ഇരുന്ന് തന്റെ നാവിലൂടെ വരുന്ന അനുഗ്രഹപ്രദമായ സന്ദേശം നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായി പ്രിയപ്പെട്ട ശോഭ ബിജുവിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്യും. താങ്ക് യു അച്ഛാ. കേൾക്കാമോ? കേൾക്കാം. താങ്ക് യു. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. മഹാപരിശുദ്ധനായ തമ്പുരാനെ, അടിയങ്ങളെ പ്രഭാതത്തില് ഒത്തൊരുമിച്ച് നിന്റെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ അപേക്ഷകളും യാചനകളും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. തമ്പുരാനെ, മഹാപാപിയും ദോഷിയുമായ ഏഴോട് കരുണ തോന്നണമേ. അടിയന്റെ വായിലെ വാക്കുകൾ നിന്റെ ഇഷ്ടപ്രകാരവും എൻ്റെ ഹൃദയത്തിലെ ധ്യാനം നിന്റെ മുമ്പാകെയും ഇരിക്കണമേ. ഇത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ, ആമേൻ. വന്യ വൈദിക ശ്രേഷ്ഠർ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് നമുക്ക് ഒരുമിച്ച് നമ്മുടെ ചിന്തയ്ക്കായി വായിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം എബ്രായർ 12-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷികയും അരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? പ്രിയമുള്ളവരെ, ഈ വേദഭാഗത്തെ ആധാരമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിത അനുഭവങ്ങളെ ഒന്ന് പുനർചിന്തനം ചെയ്യണം എന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങളും ക്ലേശങ്ങളും എല്ലാം നമ്മെ കൂടുതൽ പക്വതയുള്ളവരാക്കി തീർക്കുന്നു. ബാല്യകാലം മുതല് ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ, വിഷമതകളൊക്കെ സഹിച്ചു ശീലിച്ചവരാണ്
പിൽക്കാലത്ത് വലിയ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യുവാൻ ശക്തരാകുന്നത്. മനുഷ്യജീവിതം സന്തോഷ സമൃദ്ധിയുടെ മാത്രമല്ല, സുഖദുഃഖങ്ങളുടെ, കഷ്ടതകളുടെ, കണ്ണുനീരിന്റെ ഒക്കെ ഒരു സമ്മിശ്ര ശൃംഖലയാണ്. അത് പക്വതയോടും വിവേകത്തോടും കൂടെ കൈകാര്യം നേരിടുന്നവരുടെ വ്യക്തിത്വവും വളരുന്നു. അതുമൂലം അത് മറ്റുള്ളവരിലേക്ക് പകരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. വേദനകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഇന്ന് എല്ലാവർക്കും ഉണ്ട്. അത് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ വിധത്തിലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. രോഗാവസ്ഥകളിലാകാം, കുടുംബ തകർച്ചകളാകാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകാം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പ്രതിയുള്ള വിഷമതകളാകാം. ഏതെങ്കിലുമൊക്കെ വിധത്തില് എന്തെങ്കിലും ചെറിയ ചെറിയ പ്രയാസങ്ങളിലൂടെ കടന്നു പോകാത്തതായിട്ടുള്ള ആരും തന്നെ ഇല്ല. നമുക്കറിയാം, ചെടിയിലെ ശാഖകളൊക്കെ നാം ഇങ്ങനെ വെട്ടി ഒരുക്കും, ചെത്തി ഒരുക്കും, അത് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട്, അല്ലെങ്കിൽ അത് കൂടുതൽ പുഷ്പിക്കുവാനായിട്ട്. അതുപോലെ തന്നെയാ മനുഷ്യ ജീവിതവും. സഹനങ്ങളിലൂടെ തമ്പുരാൻ നമ്മെ ചെത്തി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഫലം പുറപ്പെടുവിക്കുന്നവനായിരുന്നു ഇയ്യോബ്. എന്നിട്ടും കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സഹനത്തിലൂടെ ഇയ്യോബിനെ തമ്പുരാൻ ചെത്തി ഒരുക്കി. അതുപോലെ അതിലൂടെ, ഇയ്യോബിലൂടെ മറ്റുള്ളവരും. സുഖ സൗകര്യങ്ങളൊക്കെ പലപ്പോഴും മനുഷ്യരെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. എന്നാൽ നമ്മുടെ സഹനങ്ങളൊക്കെ തമ്പുരാനോട് കൂടുതൽ അടുത്തു വരുവാൻ സഹായിക്കുന്നു. 119 സങ്കീർത്തനം പറയുന്നു, കഷ്ടതയിലാകുന്നതിന് മുമ്പ് ഞാൻ തെറ്റിപ്പോയി, ഇപ്പോഴോ ഞാൻ നിന്റെ വചനത്തെ പ്രമാണിക്കുന്നു. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. സുഖ സൗകര്യങ്ങളൊക്കെ ദൈവത്തിൽ നിന്ന് അകറ്റും എന്ന് പറയും. എപ്പോഴും എല്ലാവരും അങ്ങനെയല്ല. എന്നാല് എല്ലാം കൊണ്ടും സുഖം നിറവിൽ കഴിയുമ്പോൾ ദൈവത്തെ അറിയുന്നില്ല എന്നതല്ല, വ്യത്യാസമുണ്ട്. നാം ഹൃദയം നുറുങ്ങി ആഴത്തില് കണ്ണുനീരോട് കൂടെ തമ്പുരാനോട് നിലവിളിക്കുന്ന സമയം, അല്ലെങ്കിൽ ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കുന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ സഹനങ്ങളുടെ സമയം തന്നെയാണ്. തമ്പുരാന്റെ സ്നേഹവും കരുണയും കൃപയും ഒക്കെ യാചിച്ച് അനുഭവിച്ചറിയുന്ന സമയം. അപ്പോൾ യാതൊരു വിഷമതകളും ഇല്ലാത്ത സമയത്തും നാം പ്രാർത്ഥിക്കും. എന്നാല് കഷ്ടതകളുടെ, സഹനങ്ങളുടെ, പ്രയാസങ്ങളുടെ, കണ്ണുനീരിന്റെ അനുഭവത്തിലൂടെ, അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥയിലൂടെ, അതും വേണ്ട ഒരു രോഗപരിശോധനയ്ക്ക് പോകുമ്പോൾ നാം എത്രമാത്രം തമ്പുരാനോട് കണ്ണുനീരോട് കൂടെ പ്രാർത്ഥിച്ചിട്ടാ പോകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ സഹനങ്ങളൊക്കെ നമ്മെ വേഗത്തിൽ ദൈവത്തോട് അടുപ്പിക്കുന്ന പാതകളാണ്. കഷ്ടങ്ങൾക്ക് സ്ഥാനമുണ്ട്, എല്ലാ ദുഃഖങ്ങൾക്കും ഹേതുവുമുണ്ട്, ഒരു കാരണമുണ്ട്. പരിശുദ്ധനായ പൗലോസ്ലീഹായുടെ സഹനം എന്ന് പറയുന്നത് സുവിശേഷത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. ഫിലിപ്പിയർ 1:12 സ്ലീഹ പറയുന്നു, സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. ഇന്ന് ചെറിയ വിഷമതകൾ പോലും നമുക്ക് സഹിക്കുവാൻ പറ്റാതെ നാം തളർന്നു പോകുകയാണ്. ഏതു പ്രായക്കാരിലും ഡിപ്രഷനാണ്, പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറ. നമ്മുടെ പൂർവികരും നാമം സഹിച്ചതും സഹിക്കുന്നതും ക്ഷമിച്ചതും ക്ഷമിക്കുന്നതും വഹിച്ചതും വഹിക്കുന്നതുമായ യാതൊരു പ്രതിസന്ധികളും ഇന്നത്തെ തലമുറയ്ക്ക് ചിന്തിക്കുവാൻ പോലും സാധിക്കുകയില്ല. അത് അവരുടെ കുടുംബ ജീവിതത്തിലും കാണാം. ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്നൊക്കെ പറയും. അതൊരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമൊന്നുമല്ല, അതൊരു സാക്രിഫൈസ് ആണ്. അച്ഛൻ പറഞ്ഞതുപോലെ സ്നേഹം കൊണ്ടുള്ള ഒരു സാക്രിഫൈസാണ്. സ്നേഹമുള്ളിടത്തെ ആ ത്യാഗം നമ്മൾ ഏറ്റെടുക്കുന്നുള്ളൂ. പരസ്പരം ക്ഷമിച്ചും സഹിച്ചും വഹിച്ചും കൊണ്ടുള്ള ഒരു ജീവിതമാണ്. അങ്ങനെ കുടുംബജീവിതം നയിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്, മുൻപോട്ട് കൊണ്ടുപോകുന്നത്.
സ്നേഹം കൊണ്ടാണ്. സ്നേഹം കൊണ്ട് നമ്മുടെ ബലഹീനതകളെ നാം മറയ്ക്കും. അത് പലപ്പോഴും നമ്മുടെ കുടുംബ ജീവിതത്തിലാണ് കാണുന്നത്. ഏറ്റവും അടുത്തുള്ളവരുടെ ബലഹീനതകളെ, കുറവുകളെ നാം മറയ്ക്കും, അല്ലെ? അത് നമ്മുടെ ജീവിത പങ്കാളികളുടേത്, അല്ലെങ്കിൽ മക്കളുടെ, സഹോദരങ്ങളുടെ ഒക്കെ കുറവുകളെ, ബലഹീനതകളെ നാം മറയ്ക്കും. എന്തുകൊണ്ട്? അത് സ്നേഹം കൊണ്ടാണ്. ആ സ്നേഹമുള്ളത് കൊണ്ടാണ് ആ ത്യാഗം സഹിക്കുവാൻ നാം തയ്യാറാകുന്നത്. എന്നാൽ ഇന്ന് അച്ഛൻ പറഞ്ഞതുപോലെ മീഡിയകളൊക്കെ ഇങ്ങനെ ഒരു സെക്കൻഡ് കൊണ്ട് എല്ലാം ഔട്ടായിക്കൊണ്ടിരിക്കുന്ന, ലോകം മുഴുവനും അറിയുന്ന ഈ സമയത്ത് മറ്റുള്ളവരുടെ എന്തെങ്കിലും ഒരു ബലഹീനതകളോ കുറവുകൾ അത് പെട്ടെന്ന് മറ്റുള്ളവരിലേക്ക് അത് ചൂണ്ടിക്കാണിക്കുവാൻ ശ്രമിക്കുന്നത്, അവിടെയാണ് നമ്മുടെ ആ സ്നേഹത്തിന്റെ വ്യത്യാസം നാം മനസ്സിലാക്കുന്നത്. അപ്പോ ത്യാഗം കൊണ്ടുള്ള സ്നേഹമാണ് നമ്മുടെ കുടുംബത്തിനകത്ത് നാം കാണിക്കുന്നത്, ബലഹീനതകളെ മറച്ചുകൊണ്ട്. അത് തന്നെ ഏലിയാസ് തിരുമേനിയുടെ ഒരു പ്രസംഗം ഈ അടുത്ത സമയത്ത് കേട്ടത്. തിരുമേനി പറയുണ്ടായി, പരസ്പരം തോറ്റു കൊടുക്കുമ്പോൾ വിജയിക്കുന്ന ഏക പദ്ധതിയാണ് കുടുംബ പദ്ധതി എന്ന്. എത്രമാത്രം അത് ശരിയാണ്. നാം പറഞ്ഞു വന്നത്, നമ്മുടെ സഹനങ്ങളുടെ സമയം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ മറ്റു പല ദുഷിച്ച ചിന്തകളിൽ നിന്നും അകറ്റിക്കൊണ്ട് മനസ്സ് എപ്പോഴും ദൈവത്തോട് അടുത്തിരിക്കുന്ന സമയമാണ് നമ്മുടെ സഹനങ്ങളുടെ സമയം. ദൈവികമായ ചിന്തയിലായിരിക്കുന്ന സമയം നമ്മുടെ സഹനങ്ങളുടെ സമയം. അപ്പോൾ സഹനങ്ങള് നിരപ്പിന്റെ സമയമാണ്, കരുണ യാചിക്കുന്ന സമയമാണ്. യഥാർത്ഥത്തില് നാം സ്വയം ശൂന്യമാക്കുന്ന സമയം. ഞാൻ ഒന്നുമല്ല, ഞാൻ ഏതുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നാം പരിപൂർണമായി ദൈവത്തിൽ സമർപ്പിക്കുന്ന, ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുന്ന സമയമാണ് നമ്മുടെ സഹനങ്ങളുടെ സമയം. നമ്മുടെ സ്വയത്തെ, നമ്മുടെ അഹത്തെ നാം എത്രമാത്രം ഇല്ലാതാക്കുന്നുവോ അത്രയും തമ്പുരാൻ നമ്മോടും നാം അവിടുത്തോടും അടുത്തായിരിക്കുന്ന സമയമാണ്. നാം സ്വയം ഇല്ലാതാകുമ്പോഴാണ് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 12:4, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. അപ്പോൾ നാം എന്നിലെ ഞാൻ എന്ന ഭാവത്തെ, എൻ്റെ സ്വയത്തെ, എൻ്റെ നിഗളത്തെ, അഹത്തെ എത്രമാത്രം ഞാൻ ഇല്ലാതാക്കുന്നുവോ അത്രയും എന്നിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കുകയാണ്. അത് മറ്റുള്ളവരിലേക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപ ഒഴുകുവാനാണ് സഹായിക്കുന്നത്. അപ്പോൾ സഹനങ്ങളൊക്കെ നമ്മുടെ നന്മയ്ക്കും ദൈവത്തോട് അടുത്തിരിക്കുന്നതിനുമാണെന്ന് നാം കണ്ടു. ഇനിയും നമ്മുടെ സഹനങ്ങളൊക്കെ നമ്മുടെ പാപ പരിഹാരത്തിന്, നമ്മുടെ മാനസാന്തരത്തിന് മുഖാന്തരങ്ങളാണ്. തമ്പുരാന്റെ അളവില്ലാത്ത സ്നേഹമാണ് സഹനത്തിന്റെ, ത്യാഗത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കി തന്നത്. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന മനുഷ്യരെ തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് ദൈവം ശിക്ഷ നൽകിയിട്ടുണ്ട്, നൽകുന്നുമുണ്ട്. അത് സ്നേഹത്തോടെയുള്ള ശിക്ഷ, കരുണയോടെയുള്ള ശിക്ഷയാണ്. മനുഷ്യൻ തൻ്റെ പാപത്തെ ഓർത്ത് പശ്ചാത്തപിച്ച് മാനസാന്തരത്തിന്റെ അനുഭവത്തിൽ വന്ന നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരണമെന്നാണ് തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. എബ്രായർ 12:4, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല എന്ന് പറയുന്നു. എത്ര ആഴമുള്ള വചനമാണ്. നമ്മളെ ഒരാൾ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ, ഉപദ്രവിക്കാൻ വന്നാല് നമ്മൾ എത്രമാത്രം അതിനെ ആവുന്ന ശക്തിയോടെ നാം എതിർത്ത് നിൽക്കുന്നു. എന്നാല് ഒരു പാപചിന്ത വാക്കിലോ പ്രവൃത്തിയിലോ ചിന്തയിലോ ആയിക്കോട്ടെ, അതിനോടൊന്ന് എതിർത്ത് നിൽക്കുവാൻ നാം എത്രമാത്രം ശ്രമിക്കാറുണ്ട് എന്നുള്ളത് നാം ചിന്തിക്കേണ്ട കാര്യമാണ്. ദൈവം എപ്പോഴും ആ ഒരു കരുണയോടെയുള്ള ശിക്ഷ, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന മനുഷ്യരെ തിരിച്ചു കൊണ്ടുവരാൻ തമ്പുരാൻ എപ്പോഴും കരുണയോടെയുള്ള ശിക്ഷ നൽകിയിട്ടുമുണ്ട്. ദാവീദ് രാജാവ് തന്റെ തെറ്റ് ബോധ്യപ്പെട്ടപ്പോൾ അനുതപിച്ച് തിരിച്ചു വന്നു. അപ്പോൾ പാപജീവിതത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുവാനാണ് കരുണയോടെയുള്ള ശിക്ഷ നൽകുന്നത്. അപ്പോൾ പത്രോസ്ലീഹ പറയുന്നുണ്ടല്ലോ, ദൈവത്തിന്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിപ്പീൻ. യോന മാനസാന്തരപ്പെട്ട് ഒരു പട്ടണം മുഴുവന്റെയും രക്ഷയ്ക്ക് കാരണമായി. മുടിയനായ പുത്രൻ സഹനത്തിലൂടെ കടന്നു പോയപ്പോഴാണ് തന്റെ പാപത്തെ ഓർത്ത്, തന്റെ തെറ്റിനെ തിരിച്ചറിഞ്ഞ് അനുതപിച്ച് മാനസാന്തരപ്പെട്ട് തിരികെ വരുന്നത്. അപ്പോൾ നമ്മുടെ സഹനങ്ങളൊക്കെ നമ്മെ അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും വഴിയായി തമ്പുരാനോട് അടുപ്പിക്കുന്ന മുഖാന്തരങ്ങളാകുന്നു. അതുവഴിയായിട്ട് നമ്മുടെ ശുദ്ധീകരണം നടക്കുകയാണ്.
എപ്പോഴും നാം പ്രാർത്ഥിക്കും, നമ്മെ ശക്തിപ്പെടുത്തണമേ തമ്പുരാനെ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ എന്ന്. ഈ ശുദ്ധീകരണത്തിലൂടെയാണ് നമ്മുടെ ശക്തീകരണം നടക്കുന്നത്. അതിന് നാം ക്രൂശിനോട് അടുത്ത് വരണം, മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് നാം എത്തണം. അതിന് നാം ആയിരിക്കുന്ന ഇടത്ത് നിന്ന് ആയിരിക്കേണ്ട ഇടത്തേക്ക് നാം മാറണം. എൻ്റെ പ്രവൃത്തി, എൻ്റെ വാക്കുകള്, എൻ്റെ ചിന്തകള് ദൈവത്തോടൊപ്പമുള്ളതായിരിക്കണം, ദൈവം ആഗ്രഹിക്കുന്നതായിരിക്കണം. അത് ഒരു തിരിച്ചു വരവാണ് തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. അതിനുള്ള തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ഈ തിരിച്ചറിവ് ഉണ്ടെങ്കിലേ നമുക്ക് തിരിച്ചു വരുവാനായിട്ട് സാധിക്കുകയുള്ളല്ലോ. അപ്പോൾ അതിനു വേണ്ടിയാണ്, അത് നമുക്ക് വേണ്ടിയും നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ അടുത്തതായിട്ട്, സഹനങ്ങള് വിശ്വാസ പരീക്ഷണത്തിനാകാം. അത് ശിക്ഷണവുമാകാം, പരീക്ഷണവുമാകാം. യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാകുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവീൻ. നമുക്കറിയാം, 40 സംവത്സരം ദീർഘിച്ച യാത്രക്കിടയില് ഇസ്രായേൽ ജനത ദൈവകൽപ്പനകൾ അനുസരിക്കുമോ എന്ന് പരീക്ഷിച്ചറിയുവാനും, അല്ലെങ്കിൽ ഒരു പക്ഷെ അവരുടെ ഹൃദയവിചാരങ്ങൾ അറിയുവാനും ഒക്കെ ആയിട്ട്, മനസ്സിലാക്കുന്നതിനുമൊക്കെ ആയിട്ട് തമ്പുരാൻ സഹനത്തിലൂടെ, കഷ്ടതകളിലൂടെ അവരെ കടത്തിവിടുകയാണ്. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ തന്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് നീ മനസ്സിൽ ധ്യാനിച്ചു കൊള്ളണം. ഇന്ന് ശിക്ഷ പോയിട്ട് ഒന്ന് ശാസിക്കുവാൻ പോലും, നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് ശാസിക്കുവാൻ പോലും നമുക്ക് ഭയമല്ലേ? മാതാപിതാക്കളായ നമ്മളൊക്കെ എത്രമാത്രം ഒരു ഭയത്തോടെയാണ് കുഞ്ഞുങ്ങളോട് എന്തെങ്കിലും ഒന്ന് ശാസിക്കുന്നത്. എന്തായിരിക്കും അവരുടെ അടുത്ത പ്രവൃത്തി എന്ന് നമുക്ക് ഊഹിക്കുവാൻ പോലും സാധിക്കുകയില്ല. നാം ചിന്തിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഒന്നുമല്ല നമ്മുടെ തലമുറ ഇന്ന് ആഗ്രഹിക്കുന്നതും പ്രവർത്തിക്കുന്നതും. നാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ നന്മയെ കണ്ടുകൊണ്ട് ശാസിക്കുന്നു. അവരുടെ സ്വാതന്ത്ര്യമാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒന്ന് നമുക്ക് പറയാം, നാം വിശ്വാസത്തില് അവരെ വളർത്തുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പള്ളിയിൽ കൊണ്ടുവരുന്നു, ആത്മീയ കാര്യങ്ങളിൽ എല്ലാം പങ്കെടുപ്പിക്കുന്നു, നാം ദൈവവചനം പഠിപ്പിക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഒരു പക്ഷേ അവരുടെ ജീവിത യാത്രക്കിടയില് അവരുടെ പക്വതയില്ലായ്മ കൊണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് അവർക്കൊരു ഇടർച്ച വന്നു എങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പണിഞ്ഞത് ദൈവത്തിലാണെങ്കിൽ തീർച്ചയായും അവരുടെ ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ തിരികെ വരും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ സഹനങ്ങളൊക്കെ വരുമ്പോൾ എൻ്റെ ദൈവം അറിയാതെയല്ല ഇത്, എനിക്ക് സകല നന്മകളും തന്ന തമ്പുരാൻ അറിയാതെയല്ല എനിക്ക് ഈ രോഗം വന്നത്, എനിക്ക് ഈ പ്രതിസന്ധി വന്നത്. അതുകൊണ്ട് തളർന്നു പോകാതെ, നിരാശയിലാകാതെ നമ്മളെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യോബ് പറയുന്നുണ്ട്, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. യോബ് ദൈവഭക്തനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, നീതിമാനായിരുന്നു, ദോഷം വിട്ട് അകലുന്നവനുമായിരുന്നു. എന്നാൽ സാത്താൻ യോബിനെ പരീക്ഷിക്കുവാനായിട്ട് ദൈവത്തോട് അനുവാദം ചോദിക്കുകയാണ്. അവനുള്ളതൊക്കെ നിന്റെ കയ്യിലിരിക്കുന്നു, അവന്റെ പ്രാണനെ മാത്രം തുടരുത് എന്ന് കൽപ്പിച്ചുകൊണ്ട് തമ്പുരാൻ അനുവാദം കൊടുക്കുകയാണ്. അപ്പോൾ ദൈവം അനുവദിക്കുന്ന പരീക്ഷണങ്ങളൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ പറയുന്നു, വരുന്ന ദുരിതങ്ങളെല്ലാം നീ സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. ഈ പരിശുദ്ധ പിതാക്കന്മാരൊക്കെ ഈ സഹനത്തിലൂടെ ശുദ്ധീകരണം നേടി വിശുദ്ധരായവരാണ്. ഒരു കഥ വായിച്ചത് ഇപ്രകാരമാണ്. ഒരു ആശാരി, നമുക്കറിയാം ഈ ആശാരിമാര് പണിയും, അവർക്കൊരു അളവ് തോതുണ്ടല്ലോ, ഒരു മുഴക്കോല്. അപ്പോൾ ഈ ആശാരി ഒരു കെട്ടിടത്തിന്റെ മുകളിൽ പണിയുവാൻ കയറി. പക്ഷെ അദ്ദേഹം ഈ മുഴക്കോൽ എടുക്കുവാൻ, ഈ അളവ് തോതെടുക്കുവാനായിട്ട് മറന്നുപോയി. അപ്പോൾ അദ്ദേഹം മുകളിൽ ഇരുന്നു കൊണ്ട് ഈ താഴെ വഴിയാത്രികരായി പോകുന്നവരെയൊക്കെ വിളിക്കുന്നുണ്ട്, ആരും കേൾക്കുന്നില്ല. അപ്പൊ ആശാരിക്ക് ഒരു ബുദ്ധി തോന്നി, ഒരു നാണയത്തൊട്ടെടുത്ത് വഴിയിൽ വന്ന ഒരു യാത്രികന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. അപ്പോ ഈ വഴിയാത്രികന് ഇരുവശങ്ങളിലേക്ക് നോക്കിയിട്ട് ഈ നാണയം എടുത്തിട്ട് നടന്നുപോയി.
ആശാരി വീണ്ടും അടുത്ത നാണയം എടുത്ത് താഴേക്ക് ഇട്ടു. അടുത്ത് വന്ന വഴിയാത്രികന്റെ മുന്നിലേക്ക് ഇട്ടു. അദ്ദേഹവും ഇത് തന്നെ ചെയ്തു. ഇരുവശങ്ങളിലേക്ക് നോക്കിയിട്ട് ഈ നാണയം എടുത്ത് നടന്നു പോവുകയാണ്. അപ്പോൾ ആശാരി വിചാരിച്ചു, പൈസ ഇട്ട് കളിക്കുന്നത് ഇനി ശരിയല്ലല്ലോ. അപ്പോ അദ്ദേഹം വിചാരിച്ചു, ഇനി ഒരു ഓട്ട് കഷ്ണം എടുത്തിട്ട് താഴേക്ക് എറിയാം എന്ന് വിചാരിച്ച് അടുത്ത് വന്ന വഴിയാത്രകന്റെ മുന്നിലേക്ക് ഈ ഓട്ട് കഷ്ണം എടുത്തിട്ടപ്പോൾ പെട്ടെന്ന് അദ്ദേഹം മുകളിലേക്ക് നോക്കി. അപ്പോൾ ഈ മുകളിലേക്ക് നോക്കിയപ്പോൾ ആശാരി ചിരിച്ചുകൊണ്ട് തന്റെ കാര്യം പറഞ്ഞു, ആവശ്യം പറഞ്ഞു. എന്നാൽ ഇതൊരു കഥയാണെങ്കിലും അനുഗ്രഹങ്ങളൊക്കെ ഈ നാണയം കിട്ടും പോലെയല്ലേ. പലപ്പോഴും നമുക്ക് മുകളിലേക്ക് നോക്കുവാൻ സമയം കിട്ടാതെ പോകുന്നു, അല്ലെങ്കിൽ നാം മറന്നു പോകുകയാണ്. അപ്പോൾ ഈ നാണയം കിട്ടിയതുപോലെ തന്നെ ഈ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുമ്പോഴും നാം മുകളിലോട്ട് നോക്കുവാനാണ് തമ്പുരാൻ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ജീവിതത്തിലെ സുഖങ്ങൾ തന്ന ദൈവമാണ് ദുഃഖങ്ങളും തന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ ഈ ദുഃഖങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ അതിന് സമാന്തരമായ അനേകം അനുഗ്രഹങ്ങളും കൃപകളും ഒക്കെ തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന് പലപ്പോഴും നാം മറന്നു പോവുകയാണ്. അടുത്ത സമയത്തൊക്കെ ഇറങ്ങിയ ഒരു പാട്ടുണ്ടല്ലോ, വളരെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന ഒരു പാട്ടിന്റെ വരികള്, ഇന്നലെ തന്ന വേദനകൾ നിന്റെ സ്നേഹമാണെന്നറിഞ്ഞില്ല, നിന്നോട് ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. ഇന്നലെ തന്ന വേദനകൾ നിന്റെ സ്നേഹമാണെന്നറിഞ്ഞില്ല, നിന്നോട് ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. അപ്പോൾ സുഖങ്ങളൊക്കെ സന്തോഷത്തോടെ സ്വീകരിച്ചതുപോലെ ദുഃഖങ്ങളിലും തളർന്നു പോകാതെ ആ ശാന്തത, സമചിത്തത കൈവെടിയാതെ അത് ഏറ്റെടുക്കുവാനുള്ള കൃപ പരിശുദ്ധാത്മാവ് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ സഹനങ്ങളിലൂടെ തമ്പുരാന്റെ സ്നേഹം നമുക്ക് കൂടുതലായിട്ട് അറിയുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. സഹനങ്ങൾ നമ്മെ കൂടുതൽ പക്വതയുള്ളവരാക്കി തീർക്കുകയാണ്. മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്നാണ് പറയുന്നത്. എന്നാ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. തമ്പുരാന് നമ്മിൽ പ്രവർത്തിക്കുവാനുള്ള സമയമാണ് സഹനങ്ങളുടെ സമയം എന്ന് പറയുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ ദുഃഖങ്ങളെയൊക്കെ നാം മനസ്സിലാക്കണമെങ്കിൽ അവരനുഭവിക്കുന്ന വേദനകളൊക്കെ എത്രമാത്രം നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ നാം അവരോടുകൂടെ സഹതപിക്കും. പക്ഷെ അതിന്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ നാമും അതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ദുഃഖങ്ങളിലൂടെ അല്ലെങ്കിൽ ഒരു പ്രയാസത്തിലൂടെ ഒക്കെ കടന്നു പോകണം. ഇല്ലെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ വിധികർത്താക്കളായിട്ട് ഈ ഭൂമിയിൽ അങ്ങ് ജീവിക്കുകയാണ്. അപ്പോൾ സഹനങ്ങളൊക്കെ നമ്മുടെ ശുദ്ധീകരണത്തിനാവാം, നമ്മുടെ ശക്തീകരണത്തിനാകാം, വിശ്വാസ പരീക്ഷണത്തിനാകാം, പാപപരിഹാരത്തിന്, മാനസാന്തരത്തിനാകാം, നമ്മെ കൂടുതൽ ശക്തരും പക്വതയുള്ളവരും ആക്കി തീർക്കുന്നതിനുമാകാം. ഇനിയും നമ്മുടെ സഹനങ്ങളൊക്കെ ദൈവ തിരുനാമം മഹത്വത്തിനായിട്ട് തീരാം. മഹാപരിശുദ്ധനായ തമ്പുരാന്റെ ആ പീഡാസഹനങ്ങള്, തമ്പുരാന് കുരിശില് മരിച്ചു ഉയർത്തെഴുന്നേറ്റ ദൈവ മഹത്വം വെളിപ്പെടുത്തി. ലാസർ ദീനമായി കിടക്കുന്നു എന്നറിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ട ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ. അപ്പോഴേ സഹനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ സഹിച്ച പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് തീർക്കുന്നു. സഹനങ്ങൾ നിശബ്ദം സഹിച്ച പരിശുദ്ധനായ തമ്പുരാനും പരിശുദ്ധ അമ്മയുമാണ് നമുക്കുള്ളത്. ഒരു പ്രതിസന്ധിയിലൂടെ, കണ്ണുനീരിന്റെ കയ്പിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം നാം. കടന്നു പോകാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കുകയില്ല. നമുക്കറിയാം, ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. കാൽ നനയാതെ കടൽ കടക്കാം, പക്ഷേ കണ്ണ് നനയാതെ ജീവിതമെന്ന കടൽ കടക്കുവാൻ സാധിക്കുകയില്ല എന്ന സത്യം നമുക്കറിയാം. അതുകൊണ്ട് നമ്മുടെ സഹനങ്ങളൊക്കെ ശാന്തതയോട്, നിരാശയിലായി പോകാതെ, ദൈവാശ്രയം കൈവിടാതെ അതിനെയൊക്കെ പ്രത്യാശയോടെ അംഗീകരിച്ച് അത് തരണം ചെയ്യുവാനുള്ള കൃപ തമ്പുരാൻ തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ഈ സഹനങ്ങളൊക്കെ തരണം ചെയ്യണമെങ്കിൽ നമുക്ക് ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം വേണം. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത് നമ്മിലൂടെ മറ്റുള്ളവർക്കും നാം ഒരാശ്വാസവും അനുഗ്രഹവുമായി തീരുവാനായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ഉദ്ധിതനായ കർത്താവിന്റെ സമാധാനവും അവങ്കിലുള്ള പ്രത്യാശയും സമാധാനവും
ധൈര്യവും ആശ്വാസവും ഒക്കെ സർവശക്തനായ തമ്പുരാൻ നമുക്ക് നൽകട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിന് അവസരം തന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. സഹനം അത്ര എളുപ്പമുള്ള ഒരു വാക്കല്ല, അത്ര സുന്ദരമായ വാക്കാണ്. പക്ഷെ ഇത് കേൾക്കുമ്പോൾ അത്ര രസകരമായ ഒരു വാക്കല്ല. പലരും, പല ആളുകളും പറയുക ഞാൻ അങ്ങ് സഹിക്കുക എന്നൊക്കെയുള്ള വാക്ക് പറയാറ്. ചിലപ്പോൾ പറയാറുണ്ട് ഞാൻ അങ്ങ് സഹിക്കുക. അത് കുടുംബജീവിതത്തിലും പറയും, മറ്റുള്ള കാര്യങ്ങളിലും പറയും, ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഞാൻ അങ്ങ് സഹിക്കുക. എന്താ ഈ സഹനത്തിന്റെ അർത്ഥം? അത് എന്തിനാണ് ഈ സഹനം? നമ്മൾ പലപ്പോഴും സഫർ എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്, എൻഡ്യൂറൻസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഇതിനുള്ള പല വാക്കുകളും ഇതിനെ ബന്ധിപ്പിച്ച് ഇതിന് മറ്റൊരു വാക്ക് പേഷ്യൻസ് എന്നൊരു വാക്കുകൂടെ ഇതിന് അർത്ഥമായിട്ട് അതിന് മലയാളത്തിന് സമമായി നമ്മൾ ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ് അതൊക്കെ. പക്ഷേ ആർ വി റിയലി സഫറിങ്? ഇതൊരു ചോദ്യമാണ്. നമ്മള് സഹിക്കുകയാണോ? നമ്മൾ എന്താ സഹിക്കുന്നത്? എന്തിനെയാ സഹിക്കുന്നത്? ആരെയാ സഹിക്കുന്നത്? നമ്മളെ തന്നെയാണോ? മറ്റുള്ളവരെയാണോ? അപ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ സഹനത്തിന്റെ അർത്ഥം മനസ്സിലാകുന്നത്. സഹനത്തിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ അപ്പുറത്താരാണ്, എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. വിശ്വാസത്തെയാണോ? ദൈവത്തെയാണോ? ആരാധനയാണോ? പ്രാർത്ഥനകളെയാണോ? എന്തിനാ നമ്മൾ യഥാർത്ഥത്തിൽ സഹിക്കുന്നത്? സഹനങ്ങൾ ജീവിതത്തിൽ പുതിയൊരു ദിശയിലേക്ക് നമ്മളെ നയിക്കും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ കേട്ട വാക്കുകളിലെല്ലാം സഹനം ഏത് ദിശയിലാണ് നമ്മളെ നയിക്കുന്നത്? പലപ്പോഴും നമ്മൾ പ്രസംഗത്തിലൊക്കെ കേൾക്കാറുണ്ട് പഴയ ലോകവും പുതിയ ലോകവും തമ്മിലുള്ള വ്യത്യാസമൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ലോകത്തിന് വ്യത്യാസമൊന്നുമില്ല, ജീവിക്കുന്ന ആളുകൾക്കാണ് വ്യത്യാസം. ലോകം പഴയതുപോലെ ഉള്ളൂ. ലോകം ഇങ്ങനെ അന്ന് പോയതുപോലെ ഇന്നും പൊയ്ക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ആ സുന്ദരമായ ലോകത്ത് നമ്മൾ എങ്ങനെയാണോ അതാണ് ഈ ലോകത്തിന്റെ അനുഭവം. അതുകൊണ്ട് സഹനം എന്നുള്ള വാക്ക് വളരെ ആഴമേറിയതാണ്, ചിന്തിക്കാനുള്ളതാണ്, നമ്മുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കാനുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എന്തിനെ, ഏതിനെ, എപ്പോൾ, എങ്ങനെ എന്നുള്ള നമ്മുടെ സാഹചര്യങ്ങളെയും ഒക്കെ ചിന്തിക്കുമ്പോൾ അർത്ഥമുള്ളതാണ്. അങ്ങനെ ആ സഹനം ജീവിതത്തിന്റെ വിജയമായി മാറുവാൻ, ജീവിതത്തിന്റെ പ്രകാശമായി മാറുവാൻ, നന്മയായി മാറുവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു പ്രിയപ്പെട്ട ശോഭ ബിജു. ഇന്നത്തെ വചനം നമ്മുടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കി തീർക്കുവാൻ തക്കവണ്ണം അത് ഇടയാകട്ടെ. കൂടുതൽ കൃപകളും അനുഗ്രഹങ്ങളും ദൈവം തമ്പുരാൻ നൽകട്ടെ. ഭദ്രാസന മാർത്തമറിയം സമാജത്തിന്റെ എല്ലാ പ്രാർത്ഥനകളും, എല്ലാ ആശംസകളും, നന്ദിയും സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട തമ്പാൻ വർഗീസ് അച്ഛന്റെ സാന്നിധ്യം വളരെ സന്തോഷം നൽകുന്നു. മറ്റ് വൈദികർ ഉണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ട് ആരെയും കണ്ടില്ല. മറ്റാരെങ്കിലും ഉണ്ടോ? പി സി ജോർജ് ഉണ്ടോ? പി സി അർച്ചൻ ഉണ്ടോ? ഓക്കെ, പി സി അർച്ചൻ ഉണ്ടെങ്കിൽ അച്ഛനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ പ്രാർത്ഥനയിൽ സംബന്ധിച്ചതിൽ പ്രത്യേകമായ നന്ദിയും സ്നേഹവും അച്ഛനോടും അറിയിക്കുന്നു. പങ്കെടുത്ത എല്ലാവരോടും ഉള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്ന് ജോലിയും മറ്റു കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ഇന്ന് ആളുകളുടെ എണ്ണം അല്പം കുറഞ്ഞുപോയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് 88 പേരോ മറ്റോ അവസാനം വന്നുള്ളൂ. നമ്മൾ 100+ ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. എന്തോ കാരണം കൊണ്ട് കുറച്ചു പേരൊക്കെ കുറഞ്ഞുപോയി. എനിക്ക് തോന്നുന്നു ഈസ്റ്റർ ഒക്കെ വന്ന് അതിന്റെ ക്ഷീണം കൊണ്ട് പല ആളുകളും ഒക്കെ അങ്ങ് ക്ഷീണിച്ചു പോയതാണെന്ന് തോന്നുന്നു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ കർത്താവിനെ കണ്ടവരൊക്കെ വിവശരായി എന്ന് പറയാറ്. അപ്പോ അവിവശരായ സ്ത്രീകളെ പോലെ എല്ലാവരും ഉദ്ധിതനായ കർത്താവിനെ കണ്ട് ഒത്തി കഴിഞ്ഞപ്പോൾ അങ്ങ് വിവശരായി പോയി. അപ്പൊ എന്നുള്ളത് കൊണ്ട് അവർക്ക് താങ്ങാൻ വയ്യാത്ത അനുഗ്രഹം കിട്ടിയത് കൊണ്ടായിരിക്കാം. എന്തായാലും പല ജോലികളും പല കാര്യങ്ങളും പല സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിലും ഇത്രയും അധികം ആളുകളെങ്കിലും ഒന്ന് സംബന്ധിച്ചതിലുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായി അറിയിക്കുന്നു. എലിസബത്ത് ആന്റിയോട് പ്രത്യേകമായി നന്ദി പറയേണ്ട കാര്യമില്ല, ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് പ്രത്യേക നന്ദിയുടെ ആവശ്യമില്ല. എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും ഇതിനു വേണ്ടി ഒരുപാട് സമയം അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നു. ഇതിനു മുൻ ചുമതലക്കാരായിരുന്നവരൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. പ്രിയപ്പെട്ട സുനുവിനെ ഞാൻ കാണുന്നു, മറ്റാരെയും
ഫോട്ടോയിൽ കാണുന്നില്ല, വീഡിയോയിൽ കാണുന്നില്ല, അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാകുന്നില്ല. എങ്കിലും കടന്നു വന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഒക്കെ ഈ സമയത്ത് പ്രത്യേകമായി അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ശോഭ ബിജൽക്കുടി, സർവശക്തനായ ദൈവം നമ്മെ കേൾപ്പിച്ച ഏറ്റവും ഉചിതമായ സന്ദേശത്തിന് കർത്താവിന് ദൈവത്തിന് നന്ദി കരയേറ്റുകയും ശോഭയ്ക്കും നന്ദി കരയേറ്റുകയും ചെയ്യുന്നു. ശോഭയെയും ശോഭയുടെ കുടുംബത്തെയും ബിജു, മക്കൾ എല്ലാവരെയും പ്രവർത്തന രംഗങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സഹനത്തെ പറ്റി ബഹുമാനപ്പെട്ട അച്ഛനും ശോഭയും പ്രത്യേകമായി എടുത്തു പറഞ്ഞതുപോലെ ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ശുദ്ധീകരിക്കപ്പെടുവാനും ശക്തീകരിക്കപ്പെടുവാനും ദൈവനാമം മഹത്വപ്പെടുവാനും എല്ലാം നാം എത്ര ആഗ്രഹിക്കുന്നെങ്കിലും യഥാർത്ഥത്തിലുള്ള സഹനം വരുമ്പോൾ പലപ്പോഴും തളർന്നു പോവുകയാണ് ചെയ്യുന്നത്. ആ തളർന്നു പോകാതെ അത് കൃപയാണെന്ന് ഓർക്കുമ്പോൾ അതിനെ കൂടുതൽ ആ സഹനത്തെ സ്വീകരിക്കാനുള്ള ശക്തി തരണമെന്ന്, വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ. പ്രത്യേകിച്ച് ഓരോ ദിവസവും പ്രതികൂല പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ അത് കൃപകളായി മാറാനുള്ളതാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കാൻ കൃപ തരണമെന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും എല്ലാവരും പരസ്പരം ബഹുമാനപ്പെട്ട ആശ്മാരും പ്രിയപ്പെട്ട ശോഭയും എല്ലാം പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ പ്രാർത്ഥനയ്ക്കുള്ള സമയമാകുന്നുവല്ലോ. സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ 87 പേരാണെങ്കിലും തുടക്കത്തിൽ 94 പേരായിരുന്നു. അതിപ്പോൾ കുറച്ച് പേരെന്ന് പുറത്തേക്ക് പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഏതാണ്ട് 100-നടുത്ത് ഉണ്ടായിരുന്നു. എല്ലാവരും ഇത്രയും പേര് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വന്ന് ഒരേ ആത്മാവോടെ ഇരിക്കുമ്പോൾ കർത്താവ് നമ്മുടെ മധ്യമുണ്ട്. നമ്മുടെ കുറവുകൾ ഓർക്കാതെ കർത്താവ് നമ്മളെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നുവല്ലോ. നമ്മൾ ഒരു ആവശ്യം പറയാൻ വേണ്ടി മാത്രമല്ല, ശുദ്ധീകരിക്കപ്പെടുവാനും സൗഖ്യമാക്കപ്പെടുവാനും ലോകത്തെമ്പാടുമുള്ള മക്കൾക്ക് വേണ്ടി കൂടി നമ്മുടെ കുറവുകൾ ഓർക്കാതെ അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുന്നു. പ്രത്യേകിച്ച് ഈ യുദ്ധത്തിന്റെയും യുദ്ധശ്രുതിയുടെയും സമയത്ത് സമാധാനത്തിന് വേണ്ടി യാചിക്കുന്നു. എന്നാൽ ലഭിച്ച എല്ലാ കൃപകൾക്കും എണ്ണി സ്തുതിച്ചുകൊണ്ട് ആരാധനയും സ്തുതിയും നന്ദിയും മാത്രം നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി കണ്ടുകൊണ്ട് നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധി ഇരിക്കാം. പരിശുദ്ധ ഭാവാതിരുമേനെ ദൈവസന്നിധി സമർപ്പിക്കുന്ന എല്ലാ സഭാ നേതാക്കളെയും സമർപ്പിക്കുന്ന ഒരുമിച്ച് കുരിശിന്റെ ചുവട്ടിൽ നിരക്കുവാൻ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട മാർപ്പാപ്പായെ ദൈവസന്നിധി സമർപ്പിക്കുന്നു. നമ്മുടെ ഭദ്രാസനാധിപനായ അറിവാനിയസ് തിരുമേനിയെ സമർപ്പിക്കുന്നു. മുമ്പുള്ള അപ്രേം തിരുമേനിയും യോസേബീസ് തിരുമേനിയും സമർപ്പിക്കുന്നു. എബ്രഹാം അച്ഛനെ, അച്ഛനെ, പിശോറിച്ചനെ, പിന്നെ ഗുരുളാച്ചൻ, പുറകോട്ടുള്ള എല്ലാ അച്ഛന്മാരെയും, മർത്തോറി സമാജത്തിന്റെ വൈസ് പ്രസിഡന്റായിട്ടിരുന്ന എല്ലാ അച്ഛന്മാരെയും സമർപ്പിക്കുന്നു. എല്ലാ ജനറൽ സെക്രട്ടറിമാര്, എക്സാമിനേഷൻ കോർഡിനേറ്റേഴ്സ് ആയിരുന്ന എല്ലാവരും, ഇപ്പോഴും മുൻപോട്ടിരുന്ന ഇപ്പോഴത്തെ ശിനി ഗുരുവിള, പുറകോട്ടിരുന്ന സുനിൽ ജോയ്, പ്രിയപ്പെട്ട സുനിൽ ജോയ് പ്രാർത്ഥനയ്ക്കായിട്ട് വന്നിട്ടുണ്ട്. എല്ലാ ട്രഷറർ, ഓഡിറ്റേഴ്സ്, എക്സാമിനേഷൻ കോടതി എല്ലാ പ്രവർത്തകരെയും സമർപ്പിക്കുന്നു. എല്ലാ വൈദികസ് രജിസ്റ്ററേയും, ശമാശന്മാർ, അതുപോലെ തന്നെ ഓൾട്ടർ ബോയ്സ്, സിസ്റ്റേഴ്സ്, സഭാപ്രവർത്തനത്തിനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. വിശവർഗീസ് അച്ഛനെയും കുടുംബത്തെയും ജേക്കബ് ബേബീസിനെയും കുടുംബത്തെയും അവർ പ്രത്യേകം പ്രാർത്ഥനയ്ക്കായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. റിക്വസ്റ്റ് ചെയ്തവരെ അല്ലാത്തവരായിട്ടുള്ള എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ച 3 ഓൾട്ടർ ബോയ്സ്, ജോജോ, ജിൻസൺ, ഡേവിഡ്, അവരെ സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ഈ അവസരങ്ങളിൽ ഗീവർഗീസ് എന്നുള്ള പേരോടുകൂടിയാണ് ദൈവസന്നിധിയിൽ അവർ സമർപ്പിക്കപ്പെടുന്നത്. അതോടുകൂടി അതുപോലെ തന്നെ നാളെ സബ് ഡീക്കൻ പദവിയിലേക്ക് ഓർഡിനേഷൻ ആകുന്ന റോബിൻ ടി വൈദ്യൻ, റിജോ ജോൺ വർഗീസ്, ആബാൻ തോമസ് പണിക്കർ, ഈ 3 പേരും ഈ വർഗീസ് എന്നുള്ള നാമധേയത്തിലാണ് അവർക്ക് കൊടുക്കുന്നത്. അവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേപോലെ വിവിധ പ്രദേശങ്ങളിൽ ദൈവവേലയ്ക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവരാജ്യ മഹത്വത്തിനായിട്ട് അവർ പ്രവർത്തിപ്പാൻ അവരെ അനുഗ്രഹിക്കണമേ. വലിയൊരു ഉത്തരവാദിത്തത്തിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ അവരെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഗീവർഗീസ് സാദയുടെയും തോമസ് ലിയയുടെയും നാമത്തിൽ നടന്ന എല്ലാ പെരുന്നാളുകളും അനുഗ്രഹമായതിന് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ നമ്മുടെ ഓരോ ഇടവകയുടെയും
ചുമതല വഹിക്കുന്ന നമ്മുടെ അഭിഷിക്തരായിട്ടുള്ള പുരോഹിതന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യും. രോഗാവസ്ഥയിരിക്കുന്ന എല്ലാവരും, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ബൈഗോലി അച്ഛൻ സമർപ്പിക്കുന്ന ശുശ്രൂഷ ചെയ്യുന്ന കൊച്ചമ്മ കുടുംബാംഗങ്ങളെ എല്ലാവരും സമർപ്പിക്കുന്നു. ക്യാൻസർ ആയിരിക്കുന്ന ഏലിയമ്മ എന്ന സഹോദരിയെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. അന്നമ്മ, ഫിലിപ്പ്, ആൻസി, സാം, അരുൺ, 33 വയസ്സുള്ള അരുൺ. രോഗാവസ്ഥ മാത്രമല്ല, സാമ്പത്തികമായ പ്രശ്നങ്ങൾ. ഷിബിൻ തോമസ്, ഷാനു തോമസ്. ആ രോഗാവസ്ഥയിലും നമ്മളിപ്പോൾ പറഞ്ഞ വലിയ ഒരു സഹനത്തിലാണ് ആ പ്രിയപ്പെട്ട മകൾ. കർത്താവിനെ സാക്ഷിച്ചുകൊണ്ട് ആ മകൾ നിൽക്കാൻ ചെറിയ പ്രായത്തില് വലിയതായ വേദനയുടെ അവസ്ഥയിൽ ആ മകളെ പ്രത്യേകമായി പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. ആഷ, എലിസബത്ത്, ആൻ മാത്തൻ, സാബു, വത്സ, ബെഞ്ചമിൻ, എബ്രഹാം, ഇത്രയും പേരെ നമ്മൾ സമർപ്പിക്കുമ്പോൾ സൗഖ്യം ലഭിച്ചവർക്ക് വേണ്ടി സ്തോത്രം. പാപ്പിസൻ, നിഖിൽ, ഇവർക്കൊക്കെ സ്തോത്രം പറയുമ്പോൾ അനേക റിക്വസ്റ്റുകളുണ്ട്. സ്തോത്രം പറഞ്ഞുകൊണ്ടും സൗഖ്യം ലഭിച്ചവരും ഇനി സൗഖ്യമാകാനിരിക്കുന്നവരും, സൗഖ്യം ലഭിച്ചില്ലെങ്കിലും ആയ അവസ്ഥയിൽ ദൈവതമ്പുരാന്റെ അനുഗ്രഹം, സഹനത്തിനുള്ള കൃപ ലഭിച്ച് മുന്നോട്ട് പോകാൻ സഹായിക്കണമെന്ന് എല്ലാവരുടെയും മനസ്സിലുള്ള റിക്വസ്റ്റുകളും ദൈവസന്നിധി സമർപ്പിക്കുന്നു. ജാനിസ്, നിഷ, ആലിസ്, ഇവർ സ്പെഷ്യൽ ബ്ലെസ്സിങ്സിനായിട്ടുള്ളവര്. ഇവർ നേരത്തെ പറഞ്ഞ പോലെ ഹ്യൂസ്റ്റൺ റീജിയൻ കുറെ പേർക്ക് ഡയഗ്നോസ് ചെയ്ത ക്യാൻസർ ഡയഗ്നോസ് ചെയ്തവരുണ്ട്. അതുപോലെ പേര് എടുത്തു പറയാത്ത 3-4 പേര് സഹോദരങ്ങളുണ്ട്. ദൈവവേലയ്ക്കായിട്ട് ഇറങ്ങി തിരിച്ച സഹോദരങ്ങളും കൂടിയാണ്. അവരെ പ്രത്യേകമായി ദൈവസന്നിധി സമർപ്പിക്കുന്നു. അവരുടെയും സഹനങ്ങൾ കൃപകളായി മാറണമേ. പൂർണ്ണ സൗഖ്യത്തോടും ആരോഗ്യത്തോടും അവർ ദൈവരാജ്യ പ്രവർത്തനം ചെയ്യാൻ അവരെ ഇടയാക്കണമേ എന്നും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഒരു സഹോദരി ജൂവൽ മറിയ ലിജിൻ എന്ന 6 year old ആയിട്ടുള്ള കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥന അപേക്ഷിച്ചിട്ടുണ്ട്. അത് ഒരു പേരാണെന്ന് കരുതുന്നു. വാട്ടവർ, ആ കുഞ്ഞിനെ ദൈവസന്നിധിയിൽ നമ്മൾ ഒരുപോലെ നമ്മുടെ കുറവുകളോടുകൂടി ആ കുഞ്ഞിന് വേണ്ടി ദൈവസന്നിധിയിൽ യാതന കഴിക്കുന്നു. ദൈവമേ, സൗഖ്യമാക്കുന്ന കരങ്ങൾ കുഞ്ഞിന് മേൽ നീക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നോ എന്ന കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജിയാൻ, മാത്യു, എവലിൻ ഇവർക്ക് വേണ്ടി സ്തോത്രം പറയുന്നു. ജനറേഷന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ദിവസമാകുന്നു. നമ്മുടെ വളരെ മനമൊരുകിയുള്ള പ്രാർത്ഥന അവർക്ക് വേണ്ടി ആവശ്യമാകുന്നു. അവര് വേദവാസ്തവം വായിക്കുക, പ്രാർത്ഥന, ആരാധനയെ സംബന്ധിക്കുക, കുദാശകൾ സ്വീകരിക്കുക, ഇവയിൽ നിന്നെല്ലാം അകന്നു നിൽക്കാനുള്ള അവരുടെ ടെൻസി മാറി മുൻപേ ദൈവരാജ്യവും നീതി അന്വേഷിക്കുവാൻ അവർക്കുള്ള ഒരു ആഗ്രഹം, അതിന് പ്രയോറിറ്റി കൊടുക്കുവാനുള്ള ആഗ്രഹം ലഭിക്കാൻ നാം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാനും ഒപ്പം നാമും ശുദ്ധീകരിക്കപ്പെടുവാനും ഇടയാകണമെന്ന് പ്രാർത്ഥിക്കാം. 10ാം ക്ലാസ്സിലൊക്കെ നല്ല വിജയം ലഭിച്ച കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് വേണ്ടി നന്ദി പറയാം. ഭാവി എന്താണെന്ന് ഭാവി അറിയാൻ വയ്യാതെ വിഷമിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. സൂയിസൈഡ് ടെൻഡൻസി ഉള്ള കുഞ്ഞുങ്ങളുണ്ട്. ഡിപ്രഷനുള്ള കുഞ്ഞുങ്ങളുണ്ട്. ജോലി ലഭിക്കാൻ വിഷമിക്കുന്നവര്, ജോലി ഇല്ലാതെ വിഷമിക്കുന്നവര്, ജോലിയിൽ വിഷമം അനുഭവിക്കുന്നവര്, കുടുംബജീവിതത്തിൽ തട്ടും എല്ലാവരും ഉണ്ട്. അവരെല്ലാം നമുക്ക് ദൈവസന്നിധിയിലോട്ട് വെച്ച് യാചിക്കാം. ലിഡിയ, ആൽബർട്ട്, ലോറൻസ്, കാരോലിൻ, 2 ആൻമാര്, 2 എലിസബത്തുമാര്, ആര്യ, ഈഥൻ, രാഹുൽ, എമിൽ, എല്ലാ കുഞ്ഞുങ്ങളെയും ഒപ്പം എല്ലാവരുടെയും മനസ്സിലുള്ള മക്കൾ, കുഞ്ഞുമക്കൾ എല്ലാവരെയും ഒരുപോലെ ദൈവസന്നിധിയിലോട്ട് സമർപ്പിക്കുന്നു. നമുക്ക് ക്ഷമിച്ച് പ്രാർത്ഥിക്കാനുള്ള അനേകരുണ്ട്. നമ്മുടെ ഉള്ളിൽ ക്ഷമിക്കാനുള്ള എല്ലാ മക്കളെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ ഞങ്ങൾ അവരോട് ക്ഷമിക്കാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. രാജ്യ സമാധാനത്തിനും സൈനികർക്ക് വേണ്ടി, അതിർത്തിയിലുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. യുദ്ധം എല്ലാം നിർത്തൽ ചെയ്യുവാനും ആഗോള യുദ്ധത്തിലേക്ക് നയിക്കാതിരിക്കാനും സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പീഡ അനുഭവിക്കുന്ന ക്രിസ്ത്യാനികളായും പീഡ അനുഭവിക്കുന്ന എല്ലാവരെയും ഓർത്ത് കണ്ണീരോടെ പുരോഹിതന്മാർ, കന്യാസ്ത്രീകൾ എല്ലാം പീഡ അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രകൃതിക്ഷോഭം കൊണ്ട് വലയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വോളണ്ടറി സംഘടനകൾ സമർപ്പിക്കുന്നു. കാരുണ്യനിലയം, പ്രശാന്തം, ആശ്രയ, അനേക സംഘടനകളുണ്ട്. അവർക്ക് സാമ്പത്തിക സഹായം ആവശ്യമുള്ളവരുണ്ട്. ആളുകളുടെ പേഴ്സണലായിട്ടുള്ള സഹായം, സർവീസ് ആവശ്യമുണ്ട്. അതെല്ലാം ദിവസം സമർപ്പിക്കാം. റീജ, സന്ധ്യ ഇവരെ സമർപ്പിക്കുന്ന രോഗം, സാമ്പത്തിക സഹായം, പ്രതിസന്ധികൾ ഒക്കെ ഇവരെയും ബാധിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്നവര് സമയത്ത് ഏഞ്ചൽ, രേഷ്മ ഇവർ കുഞ്ഞുങ്ങൾ ലഭിച്ചവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ബാപ്റ്റിസമേറ്റ കുഞ്ഞുങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹർഷ, ഇന്ദു, ഐറിസ്, ഐവി, ജെയ്മി, ജാനിസ്, ജെഫി കുഞ്ഞുങ്ങളെ ലഭിക്കേണ്ടവരാണ്. അനേക പേരുകളുണ്ട്. കുറച്ച് പേരുകൾ വീതമാണ് വായിക്കുന്നത്. പാർട്ട്നേഴ്സിനെ ആഗ്രഹിക്കുന്നവര്, ലഭിച്ചവര്, ദൈവഹിതത്തിനായിട്ട് സമർപ്പിച്ചവര്, അനേക കുഞ്ഞുങ്ങൾക്ക്
വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കാൻ താല്പര്യമില്ല പേരൻസ് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. എല്ലാം കുടുംബ ജീവിതം ദൈവത്തിന്റെ വലിയ പദ്ധതിയാവും. ദൈവസന്നിധി സമർപ്പിക്കാം. അലക്സ്, ബിന്ദു, നിക്കോൾ, മിന്നു, ക്ഷേമ, താര ഇവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മീഹ, വിക്ടോറിയ, ദിവ്യ, ഷേനി ഇവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മണപ്പള്ളി ചർച്ചിന് വേണ്ടി സ്തോത്രം ചെയ്തുകൊണ്ട് കാൽഗറി, എഡ്മണ്ടൺ, അറ്റ്ലാന്റ ചർച്ചസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹ്യൂസ്റ്റൺ, ഡിട്രോയിറ്റിൽ സെന്റ് ഗ്രിഗോറിയസ് ചർച്ചസിന്റെ കൺസ്ട്രക്ഷൻ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. നോർത്ത് കരോളിന ചർച്ചിന് വേണ്ടി നാം പ്രാർത്ഥിച്ചിരുന്ന ഓരോ ചർച്ച് എല്ലാം പൂർത്തിയായി. മെയ് 30 ഡെഡിക്കേഷൻ ഹോളി കോൺസെക്രേഷൻ ആണ്. എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും സാധിക്കുന്നവർ അതിന് പോയി സംബന്ധിക്കുകയും ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഡിപ്പാർട്ടറായിട്ടുള്ള എല്ലാവരെയും പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ തോമസ് 56 വയസ്സുള്ള ഡോക്ടറിന്റെ ദേവസന്നിധിയിലേക്ക് കടന്നുപോയി. വത്സ പീറ്റർ, ലീലാമ്മ ബേബി, തങ്കവ ബഹുമാനപ്പെട്ട ജേക്കബ് ബേബീസിന്റെ മാതാവാകുന്നു. 40 ദിവസം തികഞ്ഞു. തങ്കമ്മ നൈന, ജേക്കബ് ലിയോൺസ്. അതുപോലെ എല്ലാ ചെറിയ പ്രായത്തിലെ കുഞ്ഞുങ്ങള് നഷ്ടപ്പെട്ടിട്ടും ഇന്നും ദുഃഖത്തോടെ ഇരിക്കുന്ന അനേകരുണ്ട്. റോഹൻ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റീജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അനാഥർ, വിധവമാർ, ആരും ഒരു ഇല്ലാത്തവർ, ഒരുപാട് ആവശ്യങ്ങളിലുള്ളവരുണ്ട്. ജോലിയിൽ ഇല്ലാതെ വിഷമിക്കുന്നവർ. ആലൻ എന്ന് പറഞ്ഞൊരു കുഞ്ഞിന് വേണ്ടി പ്രത്യേക റിക്വസ്റ്റ് ഉണ്ട്. വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ കാണാം. എല്ലാം വിട്ടുപോയിട്ടുണ്ടെങ്കിലും ആ ഒരു റിക്വസ്റ്റ് വന്നപ്പോൾ തന്നെ അത് ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ട്. വിശ്വാസത്തോടുള്ള കാര്യങ്ങൾ എല്ലാവരെയും ശുദ്ധീകരിക്കുവാനും നമ്മുടെ കുറവുകൾ നമ്മൾ അപേക്ഷിക്കുന്നതിന് തടസ്സമാകില്ലേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രിയപ്പെട്ട സുനു ജോയി ആണ് പ്രാർത്ഥിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ വർഷത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നല്ലോ. സുനു ജോയ്ക്കും കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട സുനു ജോയ് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവിടുത്തെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമായ സത്യമുള്ള ഏക ദൈവമേ, ഈ ദിവസവും എപ്പോഴും അവിടുന്ന് മേൽ ചൊരിയുന്ന സർവ്വകൃപകൾക്കുമായിട്ട് നന്ദി പറയുന്നു. അടിയങ്ങൾ പല സ്ഥലത്തിലായിരുന്ന് ഒരു മനസ്സോടെ അവിടുത്തെ ക്രൂശിന്റെ നിഴലിലായിരിക്കുന്നു. അവിടുത്തെ ആണിപ്പഴുതുള്ള കരങ്ങൾ നീട്ടി ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പ്രമാണങ്ങളെ ഇടവിടാതെ ആചരിപ്പാൻ ദാവീദിനെ പോലെ അടിയങ്ങളുടെ മനസ്സുകളെയും അവിടുന്ന് സജ്ജമാക്കണമേ. ജീവിതത്തിലെ പരീക്ഷകൾ, ക്ലേശങ്ങൾ ഞങ്ങളെ ശക്തരാക്കുന്നു എന്ന് വീണ്ടും ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. ഞങ്ങൾ ചെത്തി ഒരുക്കപ്പെടുമ്പോൾ അവിടുത്തോട് മറതിലിക്കാതെ വിവേകത്തോടെ സ്വയം ഇല്ലാതായി ജീവിപ്പാൻ, അവിടുത്തെ ചട്ടങ്ങൾ പഠിപ്പാൻ അവിടുത്തെ സത്യവെളിച്ചം ഞങ്ങൾക്ക് വഴികാട്ടിയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സമർപ്പിച്ച എല്ലാ വിഷയങ്ങളെയും സന്നിധിയിൽ വീണ്ടും തരുന്നു. അനുഗ്രഹങ്ങൾ ലഭിച്ച മക്കളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. രോഗികളെ അവിടുന്ന് സന്ദർശിക്കണമേ. മഹാവൈദ്യനായുള്ളവേ, അവിടുത്തെ കരുണയിൽ അഭയം പ്രാപിക്കുന്ന മക്കളുടെ അപേക്ഷകളെ അവിടുന്ന് നിരസിക്കരുതേ. രോഗക്കിടക്കയിൽ നിന്ന് അവരെ എഴുന്നേൽപ്പിക്കണമേ. അവിടുത്തെ ശക്തിയാൽ ഹോസ്പിറ്റലുകളിലും ഭവനങ്ങളിലും ആയി വിവിധ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്ന മക്കൾക്ക് വിടുതൽ കൊടുക്കണമേ. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവിടുന്ന് ആശ്വസിപ്പിക്കുന്നു. ഹൃദയവേദനകളിൽ, ജീവിത പ്രയാസങ്ങളിൽ ഭാരപ്പെടുന്ന മക്കൾക്ക് അവിടുത്തെ ദിവ്യ സമാധാനം നൽകി ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ സഹനങ്ങളിൽ അവിടുന്ന് ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. വിലാപ ഭവനങ്ങളെ ആശ്വസിപ്പിക്കണമേ. വിധവമാരെ സഹായിക്കണമേ. വാർദ്ധക്യത്തിലും ക്ഷീണത്തിലും ഒറ്റപ്പെടലിലും കഴിയുന്നവരെ ആശ്വസിപ്പിക്കണമേ. ഞെരുക്കത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. ബലഹീനരെ ബലപ്പെടുത്തണമേ. യാത്രയിലായിരിക്കുന്നവരെ പരിപാലിക്കണമേ. കുടുംബ ബന്ധങ്ങളെ ഉറപ്പിക്കണമേ. ഓരോ ഭവനങ്ങളിലും അവിടുന്ന് വന്ന് വസിക്കണമേ. അവിടുത്തെ കൃപയിൻ പ്രകാരം എല്ലാ മക്കളെയും അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിത പങ്കാളികളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഹോദരങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർക്കുന്നു. ഞങ്ങളുടെ തലമുറകളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. യൗവനക്കാരെ കാത്തുകൊള്ളണമേ. ഒരു കുഞ്ഞുപോലും നഷ്ടപ്പെടാതെ അടിസ്ഥാനം അങ്ങയിലായി അവിടുത്തേക്ക് കൊള്ളാവുന്നവരായി വളർന്നു വരുവാൻ ഓരോ മക്കളെയും അവിടുന്ന് സഹായിക്കണമേ. വിവാഹപ്രായമെത്തിയ മക്കളെ തക്ക തുണകളെ കണ്ടെത്തുവാൻ അനുഗ്രഹിക്കണമേ. തലമുറകളെ ആഗ്രഹിക്കുന്നവർക്ക് ഉദരഫലം നൽകി അനുഗ്രഹിക്കണമേ. വിശ്വാസത്തിൽ സമ്പന്നരാകുവാൻ ഓരോ മക്കൾക്കും ബുദ്ധിയും ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനവും അവിടുന്ന് നൽകി അനുഗ്രഹിക്കണമേ. അടിയങ്ങളായിരിക്കുന്ന ഇടവകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ അഭിഷിക്തന്മാരെയും സമർപ്പിക്കുന്നു. വിശുദ്ധ സഭയെ ഓർക്കുന്നു. അതിൻ്റെ വാതിലുകളിൽ
വിശുദ്ധ സ്ലീബായാൽ മുദ്ര കുത്തണമേ. അതിലുണ്ടായിരിക്കുന്ന ഭിന്നതകളെയും തർക്കങ്ങളെയും അവിടുന്ന് നീക്കണമേ. വിശുദ്ധ സഭയിൽ സമാധാനവും ഐക്യവും വാഴണമേ. സഭാപിതാവിനെ സമർപ്പിക്കുന്നു. ആരോഗ്യത്തിലും കൃപയിലും കാത്തുകൊള്ളണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ വന്യപിതാവിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേൽപ്പെട്ടക്കാരെയും ഓർക്കുന്നു. പ്രത്യേകിച്ച് എല്ലാ ഭദ്രാസനങ്ങളിലെയും പട്ടക്കാരെയും ശമാശന്മാരെയും സെമിനാരി വിദ്യാർത്ഥികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ സ്വർഗീയ ഉത്സവത്തിൽ പാർപ്പിക്കണമേ. കർത്താവെ, അടിയങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ളവരെയും അടിയങ്ങൾ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെയൊക്കെ ആവശ്യങ്ങൾ അവിടുന്ന് കൂട്ടായിരിക്കണമേ. ഞങ്ങളായിരിക്കുന്ന ഈ ദേശത്തെ ഓർക്കുന്നു. ഞങ്ങളുടെ മാതൃരാജ്യത്തെ ഓർക്കുന്നു. യുദ്ധങ്ങളിൽ കഷ്ടപ്പെടുന്ന എല്ലാ രാജ്യങ്ങളെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ മാതൃരാജ്യത്തെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ സൈനികരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധി ഘട്ടത്തിൽ പ്രയാസങ്ങൾ കർത്താവ് അവിടുന്ന് അവരോട് കൂടിയിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിന്റെ ദൈവമേ, അങ്ങ് നേതാക്കന്മാരുടെ ഹൃദയങ്ങളെ സമാധാനത്തിന്റെ വാഹകരായിരിക്കാൻ സഹായിക്കണമേ. പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥത ഞങ്ങൾക്ക് കോട്ടയായിരിക്കണമേ. പരിശുദ്ധന്മാരുടെ സഹോദരന്മാരുടെ പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ പെരുന്നാൾ ആഘോഷിക്കപ്പെടുന്ന പരിശുദ്ധ ഗീവർഗീസ് സഹോദായുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് കോട്ടയായിരിക്കണമേ. സഹോദായുടെ വിശ്വാസവും സഹനവും പ്രാർത്ഥനയും ഞങ്ങൾക്ക് എപ്പോഴും മാതൃകയാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. ഒരു ആശീർവാദം പറയാമോ? സമ്മാനിച്ചെന്നെ ഓക്കെ. ബാർഖമോർ, പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസം നമ്മെല്ലാവരുടെ മേലും നമ്മുടെ എല്ലാ ഭവനങ്ങളുടെ മേലും ദൂരെയും ചാരയുമായിരിക്കുന്നവരുടെ വാങ്ങിപ്പോരുടെ ആത്മാക്കളുടെ മേലും സഭയിന്മേലും നാടിന്മേലും ഇടവകളിൽ മേൽ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കൊച്ചമ്മ മ്യൂട്ടാന്ന് തോന്നുന്നു. ഇപ്പം മ്യൂട്ട് മാറിയിട്ടുണ്ട്. ഇനി കൊച്ചമ്മ ജോലിയിലാണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ്. അല്ല, കൊച്ചമ്മ ജസ്റ്റ് ഒന്ന് താങ്ക്സ് പറയാം. കേൾക്കാം കൊച്ചമ്മ. Okay. Glory be to the Father, Son, and Holy Spirit. Thank you so much for joining the prayer hosted by Houston Region today. I'm here at the last moment to deliver my word of thanks. First of all, I would like to thank Mrs. Shobha Biju, a member of St. Thomas Indian Orthodox Church, Philadelphia, for her wonderful speech and her message today. I am pretty sure that her message did enlighten us. Next, I would like to thank Father A.B. Abraham, Vice President of MMVS, who leads us in all our activities. I would like to also thank Mrs. Elizabeth Tharagan, prayer coordinator for the MMVS Friday prayer. And also, I would like to thank all the Houston region volunteers who took their time off this day to volunteer for song, Bible reading, and the intercessory prayer. And also to all participants for joining this Friday prayer today. Thank you so much, and hope you have all a blessed and warm day. Okay, thank you, Rini Kochama, and thank you, Sari Kochama.